അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗൾഫ് മേഖലയിലെ ചില റൂട്ടുകളിൽ വിമാന കമ്പനികൾ സർവീസ് റദ്ദാക്കിയത് തുടരുകയാണ്. സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായാണ് എയർലൈനുകളുടെ നടപടി. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കേരളത്തിൽ നിന്ന് അടക്കമുള്ള സർവീസുകളും റദ്ദാക്കിയവയിൽ ഉൾപ്പെടും. അമേരിക്കയും ഇറാനും ആക്രമണവും പ്രത്യാക്രമണവും നിർത്തിവെച്ചെങ്കിലും ഗൾഫ് മേഖലയിൽ ചില റൂട്ടുകളിൽ വിമാന കമ്പനികൾ സർവീസ് റദ്ദാക്കിയത് തുടരുകയാണ്. സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായാണ് അന്താരാഷ്ട്ര എയർലൈനുകളുടെ ഈ നടപടി. ഇത് വേനൽക്കാല അവധിക്കായി യാത്ര തിരിക്കാനൊരുന്ന നിരവധി യാത്രക്കാരെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. എയർ ഇന്ത്യ സർവീസിന്റെ കേരളത്തിൽ നിന്ന് അടക്കമുള്ള സർവീസുകളും റദ്ദാക്കിയവയിൽ ഉൾപ്പെടും. കുവൈറ്റിൽ നിന്ന് കോഴിക്കോട്ടേക്കും തിരിച്ചുമുള്ള സർവീസുകളും ബഹ്റൈനിൽ നിന്ന് കേരളത്തിലേക്കും തിരിച്ചുമുള്ള എല്ലാ സർവീസുകളും ഈ മാസം 31 വരെ എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കിയിട്ടുണ്ട്. വിമാനത്താവളത്തിലെ നിയന്ത്രണങ്ങൾ കാരണം സർവീസുകൾ റദ്ദാക്കുന്നതായാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാരെ അറിയിച്ചിട്ടുള്ളത്. അതേസമയം ഈ മാസം 31-നും ഓഗസ്റ്റിലും സൈറ്റിൽ ബുക്കിംഗ് സൗകര്യമുണ്ട്. യാത്ര മുടങ്ങിയവർക്ക് 7 ദിവസത്തിനുള്ളിൽ മറ്റൊരു ദിവസത്തേക്ക് യാത്ര റീഷെഡ്യൂൾ ചെയ്യാനും ടിക്കറ്റ് പിൻവലിക്കാനും സൗകര്യമുണ്ട്. വ്യാഴാഴ്ച മുതൽ ഖത്തർ എയർവേസും കുവൈറ്റിലേക്കുള്ള വിമാന സർവീസുകളും താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട്. പ്രവർത്തനപരമായ കാരണങ്ങളാൽ ദുബായ് കുവൈറ്റ് പ്രതിദിന സർവീസുകൾ ഓഗസ്റ്റ് 21 വരെ റദ്ദാക്കിയതായി എമിറേറ്റ്സും അറിയിച്ചു. ജൂലൈ 19 മുതൽ 31 വരെയുള്ള സർവീസുകൾ റദ്ദാക്കിയ നടപടിയാണ് വീണ്ടും നീട്ടിയത്. അതേസമയം ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിൽ തുടരുകയാണ്. വ്യോമപാത തുറന്നുതന്നെ കിടക്കുന്നുണ്ട്. ഗൾഫ് എയറിന്റെ വിവിധ സർവീസുകളും ഫ്ലൈ ദുബായ്, എയർ അറേബ്യ, ഫ്ലൈനാസ്, കുവൈറ്റ് എയർവേസ് എന്നിവയുടെ ഷാർജ, അബുദാബി, ദുബായ്, കുവൈറ്റ് സിറ്റി, റിയാദ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളും കൃത്യസമയത്ത് ലാൻഡ് ചെയ്യുകയും പുറപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ എത്തിഹാദ് എയർവേസ് ജൂലൈ 31 വരെ ബഹ്റൈനിലേക്കുള്ള സർവീസുകൾ നിർത്തിവച്ചിരിക്കുകയാണ്. ദുബായ്, റിയാദ്, ദമാം എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ സെപ്റ്റംബർ 6 വരെ ഉണ്ടാകില്ലെന്നാണ് KLM അറിയിച്ചിട്ടുള്ളത്. എയർ ഇന്ത്യ എക്സ്പ്രസ് കേരളത്തിലേക്കും തിരിച്ചുമുള്ള എല്ലാ സർവീസുകളും ജൂലൈ 31 വരെയും എമിറേറ്റ്സ് ബഹ്റൈനിലേക്കുള്ള തങ്ങളുടെ സർവീസുകൾ ഓഗസ്റ്റ് 31 വരെയും റദ്ദാക്കിയിട്ടുണ്ട്. അതേസമയം പ്രതിസന്ധിക്കിടയിലും ഇൻഡിഗോ, ഗൾഫ് എയർ, എയർ അറേബ്യ എന്നീ എയർലൈനുകൾ കേരളത്തിലേക്ക് ഇപ്പോഴും സർവീസ് തുടരുകയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെക്കണമെന്ന് എയർലൈൻ പൈലറ്റ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ കേന്ദ്ര സർക്കാരിന് അയച്ച കത്തിൽ ആവശ്യമുയർത്തിയിരുന്നു. കുവൈറ്റിലേക്കുള്ള സർവീസുകൾ ഖത്തർ എയർവേസ് ജൂലൈ 31 വരെ നിർത്തിവച്ചിട്ടുണ്ട്. അതേസമയം ദോഹയിൽ നിന്ന് ഗൾഫ് എയർ എയർലൈൻസുകൾ ബഹ്റൈനിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിൽ നിന്നുള്ള യാത്രക്കാർ എയർപോർട്ടുകളിലേക്ക് പുറപ്പെടുന്നതിന് മുൻപായി വിമാനങ്ങളുടെ തത്സമയ സ്റ്റാറ്റസ് അതത് എയർലൈൻ വഴി ഉറപ്പുവരുത്തണം. വിമാനങ്ങളുടെ സമയത്തിൽ പെട്ടെന്ന് മാറ്റങ്ങളോ റദ്ദാക്കലുകളോ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അതത് വിമാന കമ്പനിയുടെ വെബ്സൈറ്റ് വഴിയോ മൊബൈൽ ആപ്പ് വഴിയോ ഫ്ലൈറ്റ് സ്റ്റാറ്റസ് തത്സമയം പരിശോധിക്കേണ്ടതാണ്. സുരക്ഷാ പരിശോധനകൾക്ക് കൂടുതൽ സമയമെടുക്കാൻ സാധ്യതയുള്ളതിനാൽ അന്താരാഷ്ട്ര യാത്രക്കാർ വിമാനം പുറപ്പെടുന്നതിന് കുറഞ്ഞത് 3 മുതൽ 4 മണിക്കൂർ മുൻപെങ്കിലും എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണം. എമിറേറ്റ്സ് പോലുള്ള വിമാന കമ്പനികൾ യാത്രക്കാരോട് ഏകദേശം 3 മണിക്കൂർ മുൻപ് എയർപോർട്ടിൽ എത്താനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.